Yes, welcome back to Race A Gun. Yes, അപ്പോൾ ക്രിസ്മസ് എക്സാമിന് ശേഷം ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് മോഡൽ എക്സാം ആണല്ലേ? അതെ, മോഡൽ എക്സാമിന്റെ ടൈം ടേബിളിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അതിനു മുൻപ് നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ മോഡൽ എക്സാമിന്റെ ടൈം ടേബിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം അല്ലേ? അപ്പോൾ പബ്ലിക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 6-ാം തീയതിയാണ്. ആൻഡ് മോഡൽ എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ആണിത്. എന്തിന് ഈ ടൈം ടേബിൾ ഇപ്പൊ നിങ്ങളെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വെറും ഒരാഴ്ചക്ക് മുൻപ് മാത്രമാണ് അവർ പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാറ്. അതെ, പക്ഷേ നമ്മളൊരു 10-20 ദിവസം മുൻപ് തന്നെ അതിനൊക്കെ 20 ദിവസം മുൻപ് തന്നെ ടൈം ടേബിൾ കാണിച്ചിരുന്നു. ഏകദേശം അതേ ടൈം ടേബിൾ തന്നെയാണ് ഇത്തവണ റിപ്പീറ്റ് ചെയ്തത്. അപ്പൊ മോഡൽ എക്സാം റിപ്പീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടുക തന്നെ. അത് കാരണം വല്ലാത്തൊരു അപകടം നിറഞ്ഞ ഒരു ടൈം ടേബിൾ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ടൈം ടേബിൾ. അത് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ വന്നത്. അത് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതാണ് അല്ലേ? യെസ് മക്കളെ, കഴിഞ്ഞ വർഷം മോഡൽ എക്സാം ആരംഭിക്കുന്നത് ഫെബ്രുവരി 15-നായിരുന്നു. ആദ്യത്തെ എക്സാം സെക്കൻഡ് ലാംഗ്വേജ് ആയിരുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ട അതേ ദിവസം ആഫ്റ്റർനൂൺ സെഷനിൽ നിങ്ങൾക്ക് പാർട്ട് 1 ഇംഗ്ലീഷിന്റെ എക്സാമും. ഒരു ദിവസം 2 എക്സാം എഴുതേണ്ട ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഒരുപാട് എഴുതാനുണ്ട്. ലാംഗ്വേജ് എസ്സേ ഒക്കെ ഒരുപാട് എഴുതാനുണ്ട്. അത് മാത്രമല്ല ഈ ലാംഗ്വേജ് അവര് തലേ ദിവസമായിരിക്കും പഠിച്ചു തുടങ്ങുക. കാരണം മുൻപേ അങ്ങനെ ഒരുപാട് പ്രിപ്പറേഷൻ, എസ്പെഷ്യലി ഇംഗ്ലീഷിന്റെ കേസ് ആണെങ്കിൽ നിങ്ങൾ A+ നഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള ഒരു അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഫുൾ മാർക്കോ അല്ലെങ്കിൽ A+ഓ നഷ്ടപ്പെടാൻ കാരണമാകുന്നത് ഇംഗ്ലീഷ് ആണ്. സോ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും ഉറങ്ങാൻ സമയമില്ല. നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം രാവിലെ കെമിസ്ട്രി എക്സാം ആണ്. 16-ാം തീയതി തൊട്ടടുത്ത ദിവസം 16-ാം തീയതി മോർണിംഗ് സെഷനിൽ കെമിസ്ട്രിയുടെ എക്സാം വന്നു. അതേ ദിവസം ആഫ്റ്റർനൂൺ ബയോളജി. അതായത് ഒരു രാത്രി മാത്രമാണ് കെമിസ്ട്രിയും ബയോളജിയും കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് കിട്ടിയത്. ബയോളജിയെ നിങ്ങൾക്കറിയാം, ബയോളജി എന്ന് പറഞ്ഞാൽ +1 ഏറ്റവും കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള ഒരു സബ്ജക്ട് ആണ് ബയോളജി. കെമിസ്ട്രി അതുപോലെ ഓർഗാനിക്കിന്റെ ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണ്. ചില കുട്ടികൾ തലേ ദിവസം ഒരുപാട് ലൈവുകളൊക്കെ കണ്ട് തലേ ദിവസത്തെ PYQ ഒക്കെ പഠിച്ചു പോകുന്നവരാണ്. പക്ഷെ നിങ്ങൾക്കറിയാം പാറ്റേൺ മാറ്റമുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് 2 സബ്ജക്ട് ഒരു രാത്രി കൊണ്ട് പഠിച്ചെടുക്കുക അസാധ്യമാണ്. ലെവലിലേക്ക് തന്നെ മക്കൾ എത്തേണ്ടിയിരിക്കുന്നു. റെഡിയല്ലേ? പിന്നീട് 20-ാം തീയതിയാണ് എക്സാം വന്നത്. ഫോർനൂണും ആഫ്റ്റർനൂണും ഉണ്ട് അല്ലേ? കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട് അല്ലേ? ഒരേ ദിവസം 2 എക്സാം അറ്റൻഡ് ചെയ്ത് ഫിസിക്സ് എഴുതി. അതിൽ റിലാക്സേഷൻ അവിടെ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് ഒരു ലീവ് കിട്ടിയെന്ന് മാത്രമേ അതിനിടയിലുള്ളൂ. അപ്പൊ അത് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഫിസിക്സ് എക്സാം കഴിഞ്ഞു വന്ന കുട്ടികൾ ഒരൊറ്റ രാത്രി അവർക്ക് മാത്തമാറ്റിക്സിന് കിട്ടുന്നുള്ളൂ എന്നുള്ളതാ. പിറ്റേ ദിവസം രാവിലെ കുറെ പഠിക്കാൻ അതിലുണ്ട്, ഒരുപാട് ചെയ്തു നോക്കാൻ. അതെ, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ടഫ് ആയത് മാത്സും ബയോളജിയുമാണ്. ഇത്തവണ ഇംപ്രൂവ്മെന്റ് കൂടുതലും മാത്സും ബയോളജിയുമാണ്. മാത്സ് NCERT-യിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. ഒരുപാട് മാക്സിമം NCERT ഫോക്കസ്ഡ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ മാത്തമാറ്റിക്സ്. അപ്പൊ നിങ്ങളും അതേ ഒരു ടഫ്നെസ് പ്രതീക്ഷിക്കണം. അപ്പൊ ഈ ഒരു രീതിയിൽ പഠിക്കണം. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഫോളോ ചെയ്തോ, ധൈര്യമായിട്ട് ഫോളോ ചെയ്തോ. ഓൾമോസ്റ്റ് വലിയ മാറ്റങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണ്ട. ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് ഇതായിരിക്കും ടൈം ടേബിൾ എന്ന് വിചാരിച്ചു ഉണ്ടെങ്കിൽ എന്ന് പറയെങ്കിൽ പോലും 2 ദിവസം 15-ാം തീയതി 13-ാം തീയതി ആക്കും. അതല്ലാതെ 21-ാം തീയതിക്ക് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യും? എക്സാം കംപ്ലീറ്റ് ചെയ്യും. കാരണം 6-ാം തീയതി നിങ്ങൾക്ക് +1 എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ മോഡൽ എക്സാമിന് ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. എന്തായാലും വളരെ കുറച്ച് സമയമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. ഗ്യാപ്പ് ഒരുപാട് നിങ്ങൾ കിട്ടില്ല, അത് ഉറപ്പാണ്. അപ്പൊ അതുപോലുള്ള മോഡൽ എക്സാം എന്ത് ചെയ്യുക, നമ്മളിപ്പോ പാറ്റേൺ മാറിയ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ലൈവ് ക്ലാസ്സുകൾ റേസ് എ ഗൺ ചാനൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അല്ലേ? കറക്റ്റായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ബൈ.